മനോഭാവത്തിലേക്കാണ് അവർ നോക്കിയത്. ഇനി നമുക്ക് വീണ്ടും കഠോപനിഷത്തിലേക്ക് വരാം. അവിടെയാണല്ലോ നമ്മൾ തുടങ്ങി വെച്ചത്. അപ്പോൾ കഠോപനിഷത്തിൽ ആ കുട്ടി പറഞ്ഞത്, യമരാജാവ് പറഞ്ഞു ഇതൊക്കെ നിനക്ക് ഞാൻ തരാമെന്നു. അപ്പോൾ കുട്ടിയുടെ കമന്റ് എന്താണ്? ഇതൊന്നും കിട്ടിയാലും മനുഷ്യ മനസ്സിനൊരിക്കലും എന്ത് വരില്ല? തൃപ്തി വരില്ല എന്ന്. അതുകൊണ്ട് ഇനിയൊരു ശ്ലോകമുണ്ട്, അതും ഗംഭീരം തന്നെയാണ്. കുട്ടി ഉടനെ പറയാണ്, ശോഭാവമർത്യസ്യ യദന്തകായത് സർവേന്ദ്രിയാണം ജ്വരയന്തി തേജാം അഭിസർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നിത്യഗീതേ. എന്തൊരു ഗംഭീര ശ്ലോകങ്ങളാണെന്നറിയ ഇതൊക്കെ. ശോഭാവ, ശോഭാവ, ശോ എന്ന് പറഞ്ഞാൽ നാളെ, ഭാവം എന്ന് പറഞ്ഞാൽ ശക്തിയും തേജസ്സും ജീവനും. ശോഭാവ നാളെ ഇതൊക്കെ അന്തക ഇതിൻ്റെയൊക്കെ ഈ തന്ന സാധനങ്ങളൊക്കെ അനുഭവിക്കാൻ ഇന്ദ്രിയങ്ങൾ വേണ്ടേ? വേണോ? ഇതിനൊക്കെ എന്ത് കിട്ടും? സർവേന്ദ്രിയാണം ജനയന്തി. ഇതെല്ലാം ഹാർട്ട് കേട് വന്നിട്ട് 101 പവൻ സ്വർണം തന്നിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? 99ാമത്തെ വയസ്സിൽ മുത്തശ്ശിയുടെ മുന്നിൽ എന്താണ് പാലക്കാ മോതിരവും മരതകത്താലിയും മറ്റേ താലിയും വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി 99 വയസ്സായിട്ടുള്ള ആളുടെ മുന്നിൽ ഇനി ആധാരത്തിൻ്റെ ചീട്ട് കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പോൾ കുറേ കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും ഇനി അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. കാരണം ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറഞ്ഞു വരും. എന്ന് മാത്രമല്ല, നാളെ ഇത് ഉണ്ടാകും തന്നെ ആർക്കറിയാം? എല്ലാം ഒരു നിമിഷം കൊണ്ട് അടിച്ചു പൊടിക്കാൻ പ്രകൃതിക്ക് സാധിക്കും. ജീവിതമൽപമേവ, ജീവിതം തന്നെ എത്ര കാലം ഉണ്ടെന്ന്. അങ്ങേക്കിപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഒരു പോസ്റ്റ് തരാൻ പറ്റില്ലല്ലോ. കുറച്ച് കാലത്തേക്കൊക്കെ എക്സ്റ്റൻഷൻ തരാൻ പറ്റിയെന്ന് വരും. എന്തായാലും എന്നെ ഇവിടെ പെർമനൻ്റ് ഒരുപോലെ എന്നും 16 വയസ്സിലാക്കി തീർക്കാൻ സാധ്യല്ല. ഇനി എന്നും ഞാൻ 16 വയസ്സിലായി തന്നെ മറ്റുള്ളവർ പറയും എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പം നമുക്കൊക്കെ പ്രായം കൂടരുത് എന്നൊക്കെ ഒരു മോഹം ഉണ്ടെങ്കിലും നമ്മൾ പ്രായം കൂടാതെ ഒരേപോലെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമാണോ? അതും കുഴപ്പമില്ല. പ്രായം കൂടരുതെന്നും ആഗ്രഹമുണ്ട്. പ്രായം കൂടിയാലും കൂടിയില്ലെങ്കിലും നമുക്കൊരു നരയില്ല, ഒന്നുമില്ല, എന്നും ഒരുപോലെയാണെങ്കിൽ മറ്റുള്ളവർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ലേ? ഇവർക്ക് എന്തോ കാര്യമായിട്ട് രോഗം ഉണ്ടെന്നാ പറയുക. ഉണ്ടോ ഇല്ലയോ? അങ്ങനെയല്ല, സത്യമല്ലേ? അപ്പം മാറിയിട്ടില്ലെങ്കിലും പ്രശ്നമാണ്, മാറിയാലും പ്രശ്നം. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഇപ്രകാരമൊക്കെ സർവേന്ദ്രിയാണം ജരയന്തി തേജ. അത് പലപ്പോഴും ചിലപ്പോൾ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ അപകടം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആളുകൾക്കുണ്ടല്ലോ ഈ പ്രായത്തിൽ വളരെയധികം ഒരു വ്യത്യാസം വരും. ടെൻഷൻ ഒരുപാട് എടുക്കുക കാരണേ. ചില ആണുങ്ങളുണ്ട് ഒരു 10-30 വയസ്സാകുമ്പോഴേക്കും അങ്ങോട്ട് ഒരുപാട് ടെൻഷനൊക്കെ എടുത്ത് മുടിയൊക്കെ അങ്ങോട്ട് നരച്ചു, ആകെ അങ്ങോട്ട് മാറി, മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വാർദ്ധക്യം വന്ന പോലെ. അപ്പോൾ ഭാര്യയുടെ കൂടെ നടക്കുമ്പോൾ ആൾക്കാർ ഭാര്യയോട് ചോദിക്കും അച്ഛനാണോ എന്ന്. ഭാര്യയ്ക്ക് വലിയ ടെൻഷനാണ്, അച്ഛനാണോ എന്ന് ചോദിക്കൽ. അതുപോലെ ചില സ്ത്രീകൾക്കും ഉണ്ട് വലിയ അങ്ങോട്ട് ടെൻഷനൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് മുടിയൊക്കെ നരച്ച് 19 വയസ്സിൽ തന്നെ മുടിയൊക്കെ നരച്ച് ഭർത്താവിനോട് ചോദിക്കും ഇത് നിങ്ങളുടെ അമ്മയാണോ എന്ന്. ടെൻഷൻ തന്നെയല്ലേ? ഉണ്ടോ ഇല്ലേ? ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ കണ്ടു. അദ്ദേഹത്തിന് ഭയങ്കര കോംപ്ലക്സാണ് ഭാര്യയും കൊണ്ട് നടക്കാൻ. കണ്ടു കഴിഞ്ഞാൽ അയാൾ തന്നെ പറയും എൻ്റെ ഭാര്യയെ കണ്ടാൽ തള്ളയെ പോലെ തോന്നുന്നു. പറ്റുന്നില്ലേ അയാൾക്ക്? കോംപ്ലക്സ്. അപ്പോൾ ഇതൊക്കെ വരാൻ കാരണം കാലം കൊണ്ട് ഇതൊക്കെ മാറുന്നുണ്ട്. അതുകൊണ്ട് തവൈവ വാഹ തവ നൃത്യഗീതേ, ഈ നൃത്തവും വാദ്യവും ഗീതവും തവൈവ അങ്ങയുടെ കയ്യിൽ തന്നെ വെച്ചോളൂ, ഇതൊന്നും ഇങ്ങോട്ടെടുക്കണ്ട യമരാജൻ എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചൊരു കുട്ടിയായിരുന്നു ആര്? അവ നോക്കൂ, നമ്മളെക്കാളും എത്രയോ മെച്ചേർഡല്ലേ. ഇതൊക്കെ തന്നാൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ്സാക്കുമോ? ആ പരിതസ്ഥിതിയിലൊന്നും ശ്രദ്ധ വയ്ക്കാതെ, അതൊന്നൊക്കെ ആ വികാരങ്ങളിലേക്ക് വീഴാതെ വിവേകത്തിൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്തി എനിക്കറിയേണ്ടത് ഇത് മാത്രം. ഏത്? ഈ ശരീരം വിട്ടുപോകുന്നത് ആരാണ്, എന്താണ്, അങ്ങനെ വല്ലതും വിട്ടുപോകുന്നുണ്ടോ, ഇതിനെ തന്നെ എനിക്കറിയണം എന്ന് പിടിവാശിയോടുകൂടി ചോദിച്ചൊരു കുട്ടിയായിരുന്നു ആര്? നചികേതസെങ്കിൽ ഭാരതീയ സംസ്കാരം പരിതസ്ഥിതികളിലല്ല ശ്രദ്ധ വെച്ചത്, പരിതസ്ഥിതിയെ അനുകൂലമാക്കുന്നതിലല്ല ശ്രദ്ധ വെച്ചത്. അത് ശ്രദ്ധ വെച്ചത് ഈ പരിതസ്ഥിതിയോട് പ്രതികരിക്കുന്ന മനോഭാവത്തിൽ. അവിടെയും നിൽക്കുന്നില്ല. ആ മനോഭാവത്തെക്കുറിച്ച്, ആ മനസ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് അവരെല്ലാം താല്പര്യം കാണിച്ചത്. ഇതാണ് കഠോപനിഷത്ത്. ഇനി ഒരു ഉപനിഷത്തും കൂടി നോക്കിയിട്ട് അങ്ങോട്ട് നമുക്ക് കടന്നു പോവാം.
അതിനെയാണ് കേനോപനിഷത്ത് എന്ന് പറയാം. കേനോപനിഷത്ത്. ആ കേനോപനിഷത്ത് തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ ഒരു മന്ത്രം തന്നെ അതിഗംഭീരമായൊരു മന്ത്രമുണ്ട്. പറയാണ് കേനേഷിതം പതതി പ്രേഷിതം മന. കേനേഷിതം പതതി പ്രേഷിതം മന. കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗ ദേവായുനക്തി. കേനേഷിതം പതതി പ്രേഷിതം മന. കേന ഈഷിതം, ആരുടെ പ്രേരണ കൊണ്ടാണ് മനപ്പതതി, മനസ്സ് ഈ ശരീരത്തിൽ നിന്നും വസ്തുക്കളിൽ ചെന്ന് വീഴുന്നത്. ആരുടെ പ്രേരണ കൊണ്ടാണ്, ആരുടെ സാന്നിധ്യം കൊണ്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? അപ്പൊ ഇവിടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. ഇനി ചോദിക്കുന്നത് കേന പ്രാണ, ഒക്കെ സ്ഥൂലമായ കാര്യങ്ങളെക്കുറിച്ചാണോ ചോദിക്കുന്നത്? ആണോ? ആരുടെ സാന്നിധ്യം കൊണ്ടാണ് വാക്കുകൾ പുറത്തേക്ക് വരുന്നത്, ആരുടെ സാന്നിധ്യം കൊണ്ടാണ് ചെവി പ്രവർത്തിക്കുന്നത്, കേൾക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറയുമ്പോൾ പുറമേ ഉള്ളതിലാണോ ശ്രദ്ധ വെച്ചത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പൂർവികന്മാരായ ആളുകൾ, കുട്ടികൾ ചോദിച്ചതെല്ലാം സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ഏതിനെക്കുറിച്ചല്ല? സ്ഥൂലമായിരിക്കുന്ന അല്ലെങ്കിൽ പരിതസ്ഥിതിയെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല. എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ജീവിതം വന്നു, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ തലയിലെഴുത്ത് വന്നു എന്നൊന്നും ആര് ചോദിച്ചിട്ടില്ല? പൂർവികന്മാർ. അതൊക്കെ നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു വിധി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എനിക്ക് അനുകൂലമായൊരു, മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അനുഭവം വന്നു എന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്? എന്തുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച പോലുള്ളൊരു പരിതസ്ഥിതി എനിക്ക് ഉണ്ടായില്ല എന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്? ആണോ അല്ലയോ? അപ്പം നമ്മുടെയൊക്കെ ശ്രദ്ധ വെച്ചിരിക്കുന്നത് എവിടെയാണ്? പരിതസ്ഥിതിയിലാണ്. എന്നാൽ ഋഷീശ്വരന്മാര് ശ്രദ്ധ വെച്ചിരിക്കുന്നത് പരിതസ്ഥിതിയിലല്ല, ആ പരിതസ്ഥിതിയോടുള്ള മനോഭാവത്തിലാണ്. ഉപനിഷത്തിലേക്ക് തിരിച്ചു പോവാണ്. കാരണം അവിടെ ഒരു ശ്ലോകത്തിൽ യമരാജാവ് പറയുന്നുണ്ട്, ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേധ തൗ സംപരീത്യ വിവിനക്തിധീര ശ്രേയോ ഹി ധീര ശ്രേയോ ഹി ധീര അഭിപ്രേയസോ വൃണീതേ പ്രേയോ മന്ദോ യോഗക്ഷേമാൽ വൃണീതേ. രണ്ട് സംസ്കാരങ്ങൾ ഇവിടെ ഉണ്ട്. കുട്ടി, ഇതിനെ പറയും ശ്രേയശ്ച പ്രേയശ്ച. ശ്രേയസ് എന്നും പ്രേയസ് എന്നും. ഏതൊക്കെയാണ്? രണ്ട് മാർഗങ്ങൾ, രണ്ട് ജീവിത രീതികൾ, രണ്ട് ജീവിത സംസ്കാരങ്ങൾ. ഏതാണ് ജീവിത സംസ്കാരങ്ങൾ? പ്രേയസിന്റെ ജീവിത സംസ്കാരവും ശ്രേയസിന്റെ. ഇതില് രണ്ടും തിരിച്ചറിയുന്നു ധീരഹ. ആര്? അവരെന്ത് ചെയ്യുന്നു? ശ്രേയോ ധീരഹ. ധീരന്മാരേതിനെ തിരഞ്ഞെടുക്കണോ? ശ്രേയസിനെ. പ്രേയോ മന്ദഹ. പ്രേയസിനെ ആര് തിരഞ്ഞെടുക്കണോ? അവൻ എന്തിനു വേണ്ടി? യോഗക്ഷേമ, ഈ ശരീരത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവൻ ഏതിനെ തിരഞ്ഞെടുക്കണു? പ്രേയസിനെ തിരഞ്ഞെടുക്കണു. മനസ്സിലായില്ലോ നിങ്ങൾക്ക്? രണ്ട് മാർഗങ്ങളുണ്ട്, രണ്ട് ജീവിത സംസ്കാരങ്ങളുണ്ട്, ശ്രേയസ്സെന്നും പ്രേയസ്സെന്നും. ധീരന്മാര് ശ്രേയസ്സിനെ തിരഞ്ഞെടുക്കുന്നു, മന്ദന്മാര് അവിവേകികള് ഏതിനെ തിരഞ്ഞെടുക്കുന്നു? പ്രേയസ്സിനെ തിരഞ്ഞെടുക്കുന്നു. അതെന്തിനാണ്? ശരീരത്തിന് സുഖം കിട്ടുന്ന പരിതസ്ഥിതികളിലേക്ക് അവർ ശ്രദ്ധ തിരിക്കുന്നു. എന്നാൽ ഈ ശരീരത്തിലിരിക്കുന്ന മനസ്സിനെ കുറിച്ച് പഠിക്കാൻ ആര് ശ്രമിക്കുന്നു? ശ്രേയസ്സിലേക്ക് ശ്രദ്ധ ആരാണത്? ധീരന്മാര്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പലരും പറയാറുണ്ട് ഹിന്ദു റിലിജ്യൻ ഈസ് ദ വേ ഓഫ് എന്താണ് ലിവിങ്. വേ ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ലീവ് ചെയ്യാം. പരിതസ്ഥിതിയെ അനുകൂലമാക്കാനും ജീവിക്കാം, ഏത് പരിതസ്ഥിതിയിലും നല്ല മനോഭാവത്തെ വികസിപ്പിക്കാനും ജീവിക്കാം. അപ്പൊ ഹിന്ദു റിലീജിയൻ എന്ന് പറഞ്ഞാൽ വേ ഓഫ് ലിവിങ് അല്ല, അത് തെറ്റായൊരു ധാരണയാണത്. ഹിന്ദു റിലീജിയൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ജീവിതത്തോടുള്ള എന്തിനാ മനോഭാവത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? മനോഭാവത്തിനനുസരിച്ച് ജീവിതത്തിന്റെ നിലവാരം ഉയർത്താനും താഴ്ത്താനും സാധിക്കും. ക്ലിയർ ആണോ? കൂടുതൽ സൂക്ഷ്മതയിലേക്ക് നോക്കിയവരാണ് പൂർവികന്മാര്. അപ്പൊ ശ്രേയസ് വേണോ പ്രേയസ് വേണോ? ഇനി പറയൂ, നിങ്ങൾ ഭൂരിപക്ഷം ആളുകളും ഏത് വഴിക്ക് പോകുന്നവരാണ്? ധീരന്മാരാണ് ശ്രേയസിന്റെ മാർഗമെങ്കിൽ ആരാണ് മറ്റേ മാർഗത്തിൽ പോകുന്നവര്? മന്ദന്മാരാണ്. അപ്പൊ ചുറ്റുപാടും കൂടുതൽ ആരാ ഉള്ളത്?
ഇനി അമ്പലത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ അനുകൂല പരിതസ്ഥിതി ഉണ്ടാവണമെന്നല്ലേ? അല്ല, എൻ്റെ മനസ്സ് നേരെയാക്കി തരണം എന്ന് വിചാരിച്ചിട്ടാണോ പോകുന്നത്? താൻ പ്രാർത്ഥിച്ചത് കിട്ടണമെന്ന് പറഞ്ഞിട്ടാണോ പോകുന്നത്? പൊതുവെയുള്ള ആളുകൾ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? പ്രാർത്ഥിച്ചത് കിട്ടാൻ വേണ്ടിയിട്ടാണോ അമ്പലത്തിൽ പോകുന്നത്? അതോ തൻ്റെ മനസ്സിൻ്റെ മനോഭാവം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? പ്രാർത്ഥിച്ചത് കിട്ടാനല്ലേ? അവരൊക്കെ മന്ദന്മാരാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നവർ കൂടുതൽ ആളുകൾ ആരായിരിക്കണം? ഞാനിതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് എങ്ങനെയുള്ള മന്ദന്മാർ? ശ്രദ്ധിക്കും നിങ്ങൾ, അമ്പലത്തിൽ പോകരുതെന്നല്ല അതിൻ്റെ അർത്ഥം. തൻ്റെ മനസ്സിൻ്റെ മനോഭാവം മാറ്റാൻ വേണ്ടി അതേ സ്ഥലത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അവൻ ധീരനാണ്, ബുദ്ധിയുള്ളവനാണ്. അതോ അനുകൂലമായ പരിതസ്ഥിതി ഉണ്ടാകും, അത് ദൈവം ഉണ്ടാക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നവൻ മന്ദനാണ്. ആണോ? ഇനി ജ്യോത്സ്യരെടുത്ത് പോകുന്നതും ഈ മന്ദന്മാരല്ലേ? ഇതൊക്കെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായല്ലോ. പിന്നെ നിങ്ങളെയൊന്നും ഈ വഴിക്ക് കൊണ്ടുപോകാൻ ഒരാൾക്കും സാധ്യമല്ല. അത്ര ധീരത വരും നമുക്ക് ബുദ്ധിയും തന്നിട്ടുണ്ട്, മനസ്സും തന്നിട്ടുണ്ട്. മനസ്സ് വികാരമയമാണ്, ബുദ്ധി വിവേകമയമാണ്. നമുക്ക് വികാരത്തിലും ജീവിക്കാം, വിവേകത്തിലും ജീവിക്കാം. വിവേകം വർദ്ധിപ്പിക്കും തോറും മനോഭാവത്തിൽ വ്യത്യാസം വന്നു. മനോഭാവം വ്യത്യാസം വരും തോറും ശാന്തി കൈവന്നു. ശാന്തി കൈവരും തോറും നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാ ഭാവയത ശാന്തി അശാന്തസ്യ കുതസുഖം. അപ്പോൾ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? മനോഭാവത്തിലാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്വം. ഇനി നമുക്ക് ഈ മനസ്സിനെക്കുറിച്ചും അതിൻ്റെ സൂക്ഷ്മതകളെക്കുറിച്ചും കൂടുതൽ പഠിച്ചങ്ങനെ പോവാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഭാരതീയ സംസ്കാരം പ്രാധാന്യം കൊടുത്തത് പരിതസ്ഥിതിക്കല്ല. ഇനി നിങ്ങൾ കണക്ട് ചെയ്തോണേ. 1-2 കാര്യങ്ങളും കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദശരഥ മഹാരാജാവ് കൈകേയി ദേവി വരം ചോദിച്ചപ്പോൾ തളർന്നു വീണു. ഉണ്ടോ? എന്നാൽ ആര് വീണില്ല? രാമൻ തളർന്നു വീണില്ല. രാമൻ അതിനെ സന്തോഷത്തോടെ, പ്രതികൂലമായ സാഹചര്യം വന്നിട്ടും തളരാത്തവനായിരുന്നു. ആര്? ശ്രീരാമസ്വാമി. ആണോ അല്ലയോ? എന്നാൽ പ്രതികൂലമായൊരു അനുഭവം വന്നപ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടായില്ല. ആർക്ക്? ശ്രദ്ധിക്കും നിങ്ങളെ, ശ്രീരാമസ്വാമിയാകുന്ന ഭഗവാന്റെ പിതാവാണെങ്കിൽ പോലും മനോഭാവം ശരിയില്ലെങ്കിൽ ഒരാൾക്കും മറ്റൊരാളെ രക്ഷിക്കാൻ സാധ്യമല്ല. മനസ്സിലാവുണ്ടല്ലോ? ഇതുപോലെ നമുക്ക് കാണാം, ഭാഗവതത്തിലും കാണാം. കുലത്തിൻ്റെ നാശം അടുത്ത സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റാതെ തളരുന്നൊരു വസുദേവരെ നിങ്ങൾക്ക് കാണാം. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ വരുമ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ എൻ്റെ പുത്രനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്ന കുറ്റബോധമുള്ള ഒരു വസുദേവൻ. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ വസുദേവർ പറയുന്നൊരു ശ്ലോകമുണ്ട്. അഹം കില പുരാനന്ദം പ്രജാർത്തോപ്പു വിമുക്തിദം അപൂചയം നമോക്ഷായം മോഹിതോ ദേവമായം യഥാ വിചിത്രവസനൽ ഭവദ്ഭിർവിശ്വതോപയാൽ മുച്യേ മഹ്യഞ്ച സേവാദ്ദാം തഥാന്ന ശാതി സുവ്രത. ഞാൻ പണ്ട് എനിക്ക് ഒരു വലിയ ഉന്നതി ഉണ്ടാകുമെന്ന് കരുതി എത്രയോ തപസ് ചെയ്ത് കിട്ടിയ പുത്രനാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. ഇതാരാ പറയുന്നത് നോക്കൂ, ഈ വാക്കുകൾ മുന്നിലേക്ക് നോക്കൂ നിങ്ങൾ. ശ്രീ വസുദേവ ഉവാച. ഉണ്ടോ? ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛൻ പറയാണ്, ഞാൻ ആ കൃഷ്ണനെ പുത്രനായൊക്കെ നേടിയെടുത്തുവെങ്കിലും അപൂജയം ന മോക്ഷായ, ഞാൻ മോക്ഷത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല. അപൂജയൻ, പൂജയെന്ന് പറഞ്ഞാൽ ഇവിടെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ പൂജിക്കുക എന്നല്ല അർത്ഥം. ഉപയോഗപ്പെടുത്തിയില്ല, പ്രയോജനപ്പെടുത്തിയില്ല ഞാൻ കൃഷ്ണനെ വേണ്ട വിധത്തിൽ. കാരണം മോഹിതോ ദേവമായ, ഞാൻ ദേവമായയിൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞാൻ പരിതസ്ഥിതി ശരിയാക്കിയെടുക്കാൻ ശ്രമിച്ചു, എൻ്റെ മനസ്സിനെ ഉയർത്താൻ ശ്രമിച്ചില്ല. ഇപ്പോൾ എനിക്ക് വിചിത്രവസനാൽ. എന്താ വിചിത്രവസനം? കൃഷ്ണൻ കൂടെ ഉണ്ടായിട്ടും ഞാൻ തളരുന്നു എന്ന് പറയുമ്പം ആളുകൾ നോക്കുമ്പം ആശ്ചര്യമല്ലേ? ശ്രീകൃഷ്ണന്റെ പിതാവാണ് തളരുന്നത്. ഇങ്ങനൊരു വ്യസനം എനിക്ക് വന്നതായിരുന്നല്ലോ. വിശ്വതോപയാൽ, എൻ്റെ മനസ്സിൽ മുഴുവൻ ഇപ്പം എന്താ ഉള്ളത്? ഭയം നിറഞ്ഞിരിക്കുന്നു. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ പുത്രനായി കൂടെ ഉണ്ടായിട്ടും വസുദേവന്റെ മനസ്സിനെ വസുദേവർക്ക് ഉയർത്താൻ പറ്റില്ല. ചോദിക്കുകയാണ്, മുച്ചിയമഹ്യഞ്ച സേവാദ്വ,
ഇവിടെ തന്നെ എൻ്റെ മനസ്സിനെ ഇതിൽ നിന്നും ഉയർത്തിയെടുക്കാൻ, മോചിപ്പിക്കാൻ എന്നെ ശാതി സുബ്രത, നാരദരെ ശാതി എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചാലും, എന്നെ ഒന്ന് ഉപദേശിച്ചാലും. ആരോടാ പറയുന്നത്? അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവിന് പോലും കൃഷ്ണന്റെ കൂടെ നടന്നതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായിട്ടില്ല. ഇനി കൃഷ്ണനൊന്നും വസുദേവന്റെ മനസ്സിനെ മാറ്റിയെടുക്കാനും സാധിച്ചില്ല. അപ്പൊ ഇതെന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതെന്ന് എന്താ ശ്രീരാമസ്വാമിക്ക് ദശരഥന്റെ മനസ്സിനെ ഉയർത്താൻ പറ്റിയില്ല. ശ്രീകൃഷ്ണ ഭഗവാന് വസുദേവരുടെ മനസ്സിനെയും ഉയർത്താൻ പറ്റിയിട്ടുണ്ടെന്നാണോ ഭാഗവതം പറയുന്നത്? എന്താ പറയുന്നത്? അവരവരുടെ മനസ്സിനെ എന്ന് പറഞ്ഞാൽ വികാരത്തിൽ നിന്നും വിവേകത്തിലേക്ക് ആരുയണം. ഇത് തുറന്നു പറയുന്നൊരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ഇവിടെ നോക്കൂ നിങ്ങൾ, മറ്റുള്ള മതങ്ങളിൽ നിന്ന് നമ്മൾ വളരെ വ്യത്യസ്തരായിത്തീരുന്നത് ദൈവത്തിലൂടെ ദൈവം നമ്മൾ നേരെയാക്കും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നില്ല. നമുക്ക് തന്നെ നമ്മളെ ഉയർത്താനുള്ള കഴിവും ശക്തികളും ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം. ഇതല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്? ആണോ അല്ലയോ? ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇത് നല്ലവണ്ണം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, ഒന്നാമത്തത് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. എന്താ ഉൾക്കൊള്ളേണ്ടത്? എപ്പോഴൊക്കെ നമ്മൾ തളരുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ തളരുന്നതിന് കാരണം നമ്മുടെ മനസ്സ്, ശ്രദ്ധിക്കൂ, മനസ്സ്, വികാരമയമായ മനസ്സ് പരിതസ്ഥിതികളിലേക്കാണ് നോക്കുന്നത്. ഇപ്പം ഞാൻ പ്രതീക്ഷിച്ച പരിതസ്ഥിതി വരാതിരിക്കുമ്പോഴാണ് മനസ്സ് പ്രതിഷേധിച്ചുകൊണ്ട് എന്നെ തളർത്തുന്നത്. എന്നാൽ എനിക്ക് പ്രതിഷേധിക്കാൻ മാത്രമല്ല സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്, അതിനോട് ഏത് മനോഭാവം വെച്ച് പുലർത്തണം എന്നും ചിന്തിക്കാനുള്ളൊരു ബുദ്ധി തന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഏത് രീതിയിലും നമ്മൾ അതിനെ അങ്ങനെ കാണാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബുദ്ധിയുടെ തലത്തിലേക്ക് ഉയരാൻ സാധിച്ചാൽ, മനോഭാവം മാറ്റാൻ സാധിച്ചാൽ, ആ ഒരു തളർച്ചയിൽ നിന്നും എന്നെ എനിക്ക് ഉയർത്താൻ സാധിക്കും. ഇങ്ങനെയൊരു കഴിവും ആർക്ക് തന്നിട്ടുണ്ട്? എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം 3 കാര്യങ്ങളായി. ഒന്ന്, തളരുന്നതിന് കാരണം പ്രതീക്ഷിച്ച പരിതസ്ഥിതി അല്ലാത്തതുകൊണ്ടാണ്. അപ്പം വികാരം എന്നെ തളർത്തുന്നു. ഇത് അംഗീകരിക്കാനുള്ളൊരു കഴിവുണ്ട്. എന്നെ തളർത്തുന്നത് എൻ്റെ ദുർബല മനസ്സാണെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ട്. ഇനി എന്നെ വികാരത്തിൽ നിന്നും വിചാരത്തിലേക്ക് ഉയർത്താനുമുള്ള ഒരു കഴിവ് എനിക്കുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഈ കഴിവിനെ ഞാൻ പ്രയോജനപ്പെടുത്തിയാൽ എൻ്റെ പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിക്കും. ഇത് ദൈവമല്ല പരിഹരിച്ചു തരേണ്ടത്, അവനവൻ തന്നെയാണ് പരിഹരിച്ചു തരേണ്ടത്. ഇത്ര വ്യക്തമായി ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോഴല്ലോ നമ്മൾ വ്യക്തതയിലേക്ക് വരുന്തോറും അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും നീങ്ങും. നമുക്ക് മനസ്സിലാവും നമ്മളെ ഉയർത്തേണ്ടതും നമ്മളാണ്. അങ്ങനെ ഉയർത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ താഴ്ത്താനും നമ്മുടെ ജീവിതത്തിന് നമുക്ക് സാധിക്കുന്നുള്ളത്. മനസ്സിലായല്ലോ?